ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വി ആർ ലവ് 2.0 പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് തന്നെ നല്ല ഐശ്വര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ, ദീപത്തിൽ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ വീടുകളിലോട്ട് താലി വരികയാണ് കേട്ടോ. അപ്പോൾ താലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിള്ളേർ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെയാണ് കേട്ടോ. അവർക്ക് റീൽസ് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇവിടെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ വെള്ളമായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്ത് മൊത്തം വെള്ളമൊക്കെ ആയോ? ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ ചെറിയൊരു പേടിയോട് കൂടിയിട്ടായിരുന്നു കേട്ടോ എണീറ്റിരുന്ന കാര്യം. എന്തെല്ലാം ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച പോണക്ക് മൊത്തം അലങ്കോലമായി. 3 പേര് ഒരുങ്ങി നിൽക്കുന്നത് നമ്മുടെ താലി കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സുന്ദരികളായിട്ടില്ലെന്ന് പറയണേ. ഞാൻ 3 പേരെ ഒരുക്കി പെറുക്കി. ജാനിക്കുട്ടിയുടെ മുടിയുണ്ടല്ലോ, പൊണിറ്റയിൽ കെട്ടണം എന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പേഴ്സണലി. അപ്പൊ ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പൂഞ്ചേടയും കെട്ടിയിട്ടുണ്ട് ബാക്ക് ഭാഗം. പക്ഷെ പൂഞ്ചയുടെ അങ്ങനെ ഇരിക്കത്തില്ല, നിറച്ച് എണ്ണ മെഴുക്കൊക്കെയാണ് കേട്ടോ. ജാനിയുടെ എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ടിരിക്കും. തലയിലുണ്ട്, രണ്ടിനും ഉണ്ട്. തലയിലേക്ക് ഇപ്പിണ്ടാ. നിങ്ങൾക്ക് പിള്ളേർ ഡാൻസ് കളിച്ച് കാണിക്കാൻ വേണ്ടി പോട്ടോ. ആ മാലയൊക്കെ വലിച്ചിട്ട് ജാനിക്കുട്ടിയുടെ ഫ്രണ്ടോട്ട്. ആ എന്നിട്ട് ഇങ്ങനെയാ അവളും കൂടെ കൂടട്ടെ. അവക്ക് അറിയാവുന്ന രീതി അവള് കളിച്ചോട്ടെ. അവള് സൈഡിൽ അങ്ങനെ അവളെ മാത്രം ഒറ്റപ്പെടുത്തല്ലേ. അത്തമ്മ ചേച്ചി കറണ്ടിന്റെ വിളിച്ചു ചോദിക്കുന്ന കേട്ടോ. കൊച്ചിനെ കൂട്ടടി. എല്ലാം ഇങ്ങനെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിരടി, ചവിട്ടടി, മാന്തടി, പിച്ചടി, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ കനാലിൽ കൂടെ എന്തൊരു വെള്ളമായിരുന്നു. ആ മഴവെള്ളം വന്നു കേട്ടോ, നിറഞ്ഞൊഴുകു വരുന്നേ. ഞങ്ങള് വിചാരിച്ചു കേട്ടോ കേറിന്ന് വിചാരിച്ചു. ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പേടിച്ചു പോയിട്ടോ ശരിക്കും, പൊങ്ങുമോ അങ്ങനെ വിചാരിച്ചു. അതിന് താൻ അറിഞ്ഞില്ലല്ലോടോ. ഒച്ചെടുക്കണ്ട അമ്മനെ. ആ ഇടി വെട്ടിയപ്പോ ആ ജാനിയും പൂഞ്ച ഉറങ്ങി. പാറു ഞെട്ടിപ്പോയി. അത് ഞെട്ടി അമ്മാതിരി ആയിരുന്നു. ഇത് ഒടിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ സൗണ്ട് കേട്ടാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇല്ലില്ല, സുന്ദരി ആയിട്ടുണ്ട്. നിക്ക് 3 പേരുടെ ഒരു ഫോട്ടോ എടുക്കാതെ അവിടെ പോയിട്ട്. ചെണ്ടമേളം ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് ഗൈസ്. ഇതൊക്കെ വെറൈറ്റി ഡാൻസുകളൊക്കെ ആണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ചെണ്ടമേളം ഉണ്ട് കേട്ടോ. ജാനി പായുവിന്റെ ഡാൻസ് കണ്ടില്ല നീ? കളിക്ക് പോയി നാളോടെ ഇന്ന് വെറൈറ്റി ഡാൻസ്. ഇവര് ഡാൻസ് കളിക്കുമ്പോ പാറു കളിക്കില്ല, പാറു കളിക്കുമ്പോ അവര് കളിക്കില്ല. ജലദോഷമാണ് കേട്ടോ എല്ലാത്തിനും. ഈ ഐസ്ക്രീം തീറ്റല്ല, ഡെയിലി ഉത്സവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പോകുന്നു, ഐസ്ക്രീം വലിച്ചു വാരി തിന്നുന്നു, തിരിച്ചു വരുന്നു അല്ലേ? ഇത് തന്നെയല്ലേ മുമ്പേ കാണിച്ചേ? എന്നാ വേറെ കാണിക്ക്, പെട്ടെന്ന് കാണിക്ക്. അയ്യോടാ അതിന് തള്ളി എന്റെ അടുത്തോട്ട് വിട്ടു കേട്ടോ. ആ ജാനിക്കുട്ടിയുടെ ഒരു സംഭവമുണ്ടല്ലോ. ഇല്ല, ഡാൻസ് ചെണ്ടമേളത്തിന്റെ. ചെണ്ടമേളം വരുമ്പോ നമുക്കത് ഉള്ളതാണ്. എന്നിട്ടാ അപ്പൊ ഗായ്സ് രാവിലെ നമ്മൾ ചെണ്ടമേളമൊക്കെ അന്വേഷിച്ച് പോവാണ് കേട്ടോ. രാവിലെ എനിക്ക് കുളിച്ചേട്ടോ, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് വെളുപ്പിന് നമ്മുടെ പരിപാടി പണിയെല്ലാം കഴിഞ്ഞ് കുളി നനെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇങ്ങോട്ടേക്ക് താലി നോക്കി വന്നിരിക്കുന്നതാണേ. അവിടെ ഒരു വീട്ടിൽ കയറുന്നേ ഉള്ളൂ കേട്ടോ. കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് വരുമ്പോൾ. അല്ല വരുന്നുണ്ട്.
വീട്ടിലോട്ട് പോവാം. അവരുടെ കൂടെയോ? അവരുടെ കൂടെ അങ്ങനെ പോവാൻ പറ്റില്ല. വരുന്നുണ്ട് വരുന്നുണ്ട്, അമ്മ അവിടെ നിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട്. മൂന്നും ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ മര്യാദക്ക്. രാവിലെ തന്നെ എണീറ്റ് ഉറങ്ങി, പക്ഷെ രാവിലെ നേരത്തെ എണീറ്റു എല്ലാവരും. കാര്യം ഭയങ്കര ചൂടും. ഞാൻ ഇന്നലെ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ടാണ് കേട്ടോ കിടന്ന് ഉറങ്ങിയത്. അത്രയ്ക്കും വരുന്നുണ്ടായിരുന്നില്ല ഗൈസ്. വല്ല പാമ്പും കയറി വന്നാലും വരട്ടെ എന്നുള്ള ധാരണയിൽ തന്നെ ഞാൻ എന്നിട്ട് ഇടയ്ക്കിട്ട് കണ്ണൂർന്ന് നോക്കും കൊച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ കൊച്ചിനെ ഞാൻ നീക്കി കിടത്തിയിട്ട് ഞാൻ സൈഡിൽ കിടന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെ എല്ലാവരും എണീറ്റു. അയ്യോ എന്ത് നല്ല ബുദ്ധി, ഇവിടെ കറണ്ട് ഇല്ലാണ്ടിരിക്കുമ്പോ AC ഇട്ടാ മതിയായിരുന്നല്ലോ. സൂപ്പർ. നമ്മുടെ സുന്ദരികളെല്ലാം കൂടിയാണ് കേട്ടോ താലി മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ 3-4 വർഷമായിട്ട് എനിക്കാണ് അതിന്റെ ഭാഗ്യം കൂടുതൽ കിട്ടാറ്. പക്ഷെ ഈ വർഷം ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ 3 പേരും കൂടെ വിറ്റിട്ടുണ്ട്. അപ്പൊ അവര് പോയിട്ട് വരട്ടെ. പൊക്കോ പൊക്കോ, അമ്മ വരുന്നില്ല. പൊക്കോ, അമ്മ ഇവിടെ നിക്കാം, വീഡിയോ എടുക്കാമ്മ. ചെല്ല് ചെല്ല്, ആന്റിയുടെ കൂടെ പൊക്കോ, മോനും കൂടെ ചെല്ല്. ബാ അമ്മ വരാം. എല്ലാവരും താലി കയറ്റാനായിട്ട് തയ്യാറെടുപ്പിൽ നിൽക്കാണ് കേട്ടോ. കറക്റ്റ് ടൈമിങ്ങിൽ വീട്ടിൽ കറണ്ടും ഇല്ല കേട്ടോ. കറണ്ട് വന്നും പോയി നിൽക്കുകയാണേ. തിരിഞ്ഞാടുന്നോ? പിടിച്ചോ, ചെല്ല്, പേടിക്ക് പോയി ചെല്ല്. മാറൂ, ഇത് ജാനിക്കുട്ടിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. എല്ലുമ്മേടൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉള്ളു കേട്ടോ. അപ്പൊ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്റെ പിടിക്കാൻ പല എനിക്ക് ഒരു സുഖമില്ല. നേരം വെളുത്ത് തലക്കറക്കം, ഒന്നല്ല ഉറങ്ങിയിട്ടില്ലേ, തല കറങ്ങില്ല. 2 വർഷം 3 വർഷമായിട്ട് ഞാൻ അല്ല എടുക്കുന്നത്. 2-3 വർഷമായിട്ട് ഞാൻ എടുക്കുന്നത്. ഈ വർഷം ചേച്ചി ഞാൻ പിള്ളേരുകൾ എടുക്കട്ടെ. ഐറ്റങ്ങൾക്കൊരു സന്തോഷം. ചേച്ചി കാണാൻ അവരെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ അറിയാം. എനിക്ക് അത്രയ്ക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ മാറി നിൽക്കാം ഈ വർഷം എന്ന് വിചാരിച്ചു. ഇത് വരട്ടെ കേട്ടോ. വരുന്നുണ്ട് കേട്ടോ താലി. പിടിക്കേ പോയി. ഇതിനാണ് ഒരുങ്ങിക്കെട്ടി നിന്നേ.
അമ്പലത്തിൽ നിന്ന് താലിയൊക്കെ വന്നിച്ച് പോയി കേട്ടോ. ആകപ്പാടെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് ഞാൻ ഇപ്പോഴേ. കാര്യം വേറൊന്നുമല്ല കേട്ടോ. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ചേച്ചി തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളുടെ വീഡിയോ ഒക്കെ പെട്ടല്ലോ അല്ലേന്ന്. പക്ഷെ ഞാൻ കേട്ടത് പെടുത്തല്ല കേട്ടോ എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, ഇല്ല കേട്ടോ ഞാൻ ഫേസ് ബ്ലർ ആക്കിക്കോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞത് പെട്ടല്ലോ അല്ലേന്നാണ് ചോദിച്ചതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ പെട്ടെന്ന് അവരോട് സഡനായിട്ട് അങ്ങനെ പറഞ്ഞില്ലേ. ഞാൻ കേട്ടത് പെടുത്തല്ലോ കേട്ടോ എന്ന്, അവർ പറഞ്ഞത് പെട്ടല്ലോ അല്ലേന്ന്. ആകെ വിഷമായി പോയിട്ടോ. പിന്നെ വൈകിട്ട് അമ്മ അവരെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു, നോക്ക് മാറിപ്പോയതാന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു സന്തോഷമായി. അങ്ങനെ ഒരാളെ സുന്ദരി കുട്ടിയായി, മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്റ്റൈല്. പക്ഷെ അവളുടെ മുടിയെ നമ്മൾ എന്താ പറയുക ബേബി ഷാലിനി കട്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നല്ല സെറ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. മൊത്തം മുറിച്ചിട്ടേക്കാണേ. ഇതേ അടുത്ത ആളും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ നിറച്ച് എണ്ണയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കില്ല. ഈ ഹെയർ ബാൻഡ് വൈറ്റ് വേണ്ടായിരുന്നല്ലോ, മാച്ചായി പോകുന്നില്ലല്ലോ ഈ ഡ്രസ്സിന്. ഇത് സ്ലൈഡ് മാത്രമാണ് ഭംഗി, അത് നിനക്ക് ചേരുന്നില്ല. പായ്വതിയുടെ തലയൊന്നും കാണിച്ചേ. ഇന്നലെ ഞാൻ മേടിച്ചു കൊടുത്ത ക്ലിപ്പുകളാണ് കേട്ടോ. പായ്വതിക്കും വെക്കേണ്ടത്, അത് കൊണ്ടകത്ത് വെച്ചിട്ട് വാ. ക്ലിപ്പ് കാണിച്ചേ. ഇന്നലെ ഉത്സവത്തിന് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ എല്ലാവരുടെയും തലയിരിക്കുന്നത്. ഓക്കെ ശരി മാറി കേട്ടോ. ജാനിക്കുട്ടി എന്തി അല്ലേ മേഡം തന്നെ പറയാൻ പോയി അതിൻ്റെ ഇടയ്ക്ക്. ആളുടെ ഹെയർ സ്റ്റൈൽ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ഏറെ മുടികളുണ്ട്, ഭംഗിയുണ്ട്. പക്ഷെ മൊത്തം അവിടെ നിന്നൊക്കെ ഇറങ്ങി കയറിയൊക്കെ പോരും കേട്ടോ. നടന്നല്ലേ പോണേ. നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി കിട്ടി പോകുന്നത് അമ്പലത്തിലോട്ടാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? എന്നല്ല കേട്ടോ. നമുക്കിന്നൊരു അടിയന്തരമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വല്യമ്മയുടെ ഇളയമ്മ മരിച്ചു പോയ കാര്യം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഉറക്കത്തിൽ നിന്നൊക്കെയാണ് കേട്ടോ എണീറ്റ് പോകുന്ന. ആകെ ക്ഷീണമായിരുന്നു, തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ആകെ ടയേർഡായിട്ടിരുന്നോടത്ത് എനിക്ക് ഓടിപ്പോയതാണ് കേട്ടോ. സൂര്യൻ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. ടാൻ അടിച്ച് കരിയെന്ന് തോന്നുന്നുണ്ട്, എന്നാലും വിട്ടു പോവുകയാണേ. നല്ല ചൂടുണ്ടല്ലേ? അയ്യോ ഭയങ്കര ചൂടാട്ടോ. ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇന്നലെ ആ മഴവെള്ളമായിരുന്നു കേട്ടോ, നിറഞ്ഞു ഒഴുകായിരുന്നു കനാൽ. എൻ്റെ പൊന്നെ രാത്രി പേടിച്ചു പോയി കേട്ടോ. എന്തെല്ലാം വരുമെന്നറിയാണ്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. ഈഗിള് പോണുണ്ട് കേട്ടോ അവിടെ കൂടെ. നമ്മൾ ഷോർട്ട് കട്ട് ചാടിയാണ് കേട്ടോ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറേ ചുറ്റി പോകണം. അപ്പോൾ നമ്മളൊരു കനാലിൻ്റെ സൈഡിൽ കൂടെ വിട്ടു പോവുകയാണേ. ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെയല്ല, ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കും, പുറകിൽ നമ്മൾ പിള്ളേരെല്ലാം കൂടെ പുറകെ പോക്കോണം. സ്പീഡിൽ നടന്നു പോ, തട്ടി നിൽക്കാണ്ട്. ഐറ്റങ്ങൾ രണ്ടും കൂടെ കയ്യിൽ പിടിച്ച് ചേട്ടത്തി അനീത്തിയും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ നടക്കാം കേട്ടോ. ഇത് ഷോർട്ട് കട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മരണസംഘമാണ് ആ കാണുന്നില്ലേ കെട്ടിടം, അവിടെയാണ് പരിപാടിയെ. എന്തിടാ പോട്ടെ. ജാനിക്കുട്ടിക്ക് ഇങ്ങ് തൊട്ട് അങ്ങ് വരെ ഓരോ പരാതികളുണ്ടായിരുന്നു കേട്ടോ. കാലിൽ ഉറുമ്പ് കടിച്ചു, അത് ഇവിടെ കൊണ്ടു, ഇല കാലിൽ തട്ടി, ഇങ്ങനെ ഓരോരോരോരോ ഡയലോഗുകളൊക്കെ അടിച്ച്. പിന്നെ കൊച്ചിനോട് പൂഞ്ചോലയുടെ അതായത് സ്കൂളിൽ പോകുന്ന ഓരോ കഥകളും കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാര്യം നിങ്ങളെയും കൂടെ കുഴപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് പോവാം കേട്ടോ. വല്യമ്മ 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്, മോളെ അച്ഛനെയും അമ്മേനെയും പിള്ളേരെ എല്ലാം കൊണ്ട് നീ വന്നേക്കണേ എന്നുള്ളത്. അപ്പോൾ അത് ആ കാണുന്നതാണ് കേട്ടോ. അവിടെ ഒരു കെട്ടിടം കണ്ടില്ലേ, ആ കെട്ടിടമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ചെല്ലട്ടെ. പായസത്തിൻ്റെ ഗ്ലാസ് കളയാണ്ട് കൈ പിടിച്ചുകൊണ്ട് പതുക്കെ പോവാണ് കേട്ടോ. പായസം കൊച്ചിന് ഇഷ്ടപ്പെട്ടു പോയി. അവിടെ വെച്ച് 2 പേരുണ്ട്, അവിടെ വെച്ചും കഴിച്ചു, ഓരോ ഗ്ലാസ് കയ്യിലും മേടിച്ച് പിടിച്ചു കേട്ടോ. ജാനിയോ നന്നായിട്ട് കഴിച്ചു, ജാനിക്ക് ഇഷ്ടപ്പെട്ടു. എരിവൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. നല്ല മാക്ക നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിലല്ലേ? നാളെ അമ്പലത്തിൽ സദ്യയാണ് കേട്ടോ. നമ്മുടെ ഉത്സവത്തിന്റെ ഉച്ചയ്ക്ക് പോണം. ചക്കാമ്പറമ്പില് നമ്മുടെ ഇല്ല. എന്റെ ദൈവമേ, പഠിക്കുന്ന ഒരാളെ എനിക്ക് ഫോൺ കാണാലോന്ന് പറ. നിന്ന് പഠിക്കാം, ഇരുന്ന് പഠിക്കാം, ഉറങ്ങി പഠിക്കാം. ബാഗ് തുറന്നിട്ടില്ല, എന്നിട്ട് സമാധാനമായി 2 ദിവസം പഠിക്കാലോന്ന് എനിക്ക്. നമുക്ക് കാണാവേ, കാണണേ. ചലഞ്ച് ഓക്കെ. ശരി നമുക്ക് നോക്കാവേ.
ഇത് ഓർമ്മ വേണേ. എന്റെ അമ്മ ജസ്റ്റ് മിസ്. ഇപ്പൊ ജാനിയുടെ പുറം പൊളിഞ്ഞാനെ. കൊച്ച് കിളി പോയതിന്റെ പാറപ്പുറ കറക്കര ഏറും ചേട്ടാ. ജസ്റ്റ് മിസ്സിലേനെ കൊണ്ടില്ല. എടോ താൻ അടി മേടിച്ചു തരുമോ? തത്തമ്മ ചേച്ചി ഉറങ്ങിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. തത്തമ്മ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളല്ല. അയ്യോ വാ അടിച്ചോണ്ടേ ഇരിക്കുക. ഇപ്പൊ കിട്ടും. ഓഫാക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളും കേൾക്കേണ്ടി വരും. അകത്തിന് ചീത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. ഷോ എന്ന് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതേ. അമ്മ ഇവിടെ കാര്യമായിട്ട് എന്തോ പരിപാടി കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോ നല്ല മണം വെച്ചിരുന്നു. വാവ്, ഇവിടെ ഒരാൾ ഉറക്കം കഴിഞ്ഞിരിക്കുന്ന കേട്ടോ. ഈ പിള്ളേർക്ക് തിന്നാൻ മാത്രമേ ഒരു ഇച്ചിരി കോളം ഇച്ചിരി ഇതില് 3 ഗ്ലാസ് പൊടി എടുത്തു. അതുകൊണ്ടുള്ള ഉണ്ടാക്കിയോ ഇല്ലല്ലോ? എവിടെ? ഇവിടെ ഉണ്ടായാ? ഇത് കുറേ ഇല്ല. ഇതാണ് ഇച്ചിരി കോളം. അപ്പൊ നിങ്ങൾക്ക് തിന്നാൻ മാത്രം, വേറെ ആർക്കും നോക്കില്ല. അപ്പൊ ഞാൻ സൂപ്പർ സൂപ്പർ കുഞ്ഞി സ്മോൾ. അപ്പൊ അതന്നെ കുഞ്ഞത് വളരെ ചെറുത് കേട്ടോ. നമുക്ക് ഉത്സവമൊക്കെ ആയിട്ട് കഴിക്കാൻ. ഇതൊന്നല്ല ഇഷ്ടം പോലെ ഉണ്ടാക്കണത്. അച്ചപ്പം ഒക്കെ അച്ചപ്പൊക്കെ ഉണ്ടാക്കണതാ. പക്ഷെ ഇവിടെ ഇപ്പൊ തിന്നാനായിട്ട് ആരും ഇല്ല. മറ്റേത് വെച്ചൊക്കെ 2 മണിയാകുമ്പോ ഒരു ചായ കുടിക്കുമ്പോ 2 എടുത്ത് വെച്ച് തിന്നും കഴിക്കും. ഇതിപ്പോ ആരും ഇല്ല തിന്നാൻ. ഞങ്ങൾ ഇതൊന്നല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അച്ചപ്പം കുഴലപ്പം ഉണ്ടാക്കൂലേ? അച്ചപ്പം ആന്റി എല്ലാ സാമഗ്രികളും ഉണ്ടാക്കും. അതന്നെ നെയ്യപ്പൊക്കെ ആന്റി അങ്ങോട്ട് ഉണ്ടാക്കും. ശരിക്കും അച്ചപ്പം എനിക്കറിയാം ഉണ്ടാക്കാൻ. ആന്റിയുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചു. ഇത് അമ്മ മാവൊക്കെ നേരെ സെറ്റാക്കി ചെയ്യണോ? ഞാൻ 2 മണിയപ്പോ ആ കറണ്ട് ഈ പോരമ്പം പോക്കല്ലേ. എന്തിട്ടാ? ഇവിടെ വന്ന് ആവുന്നുണ്ട് കേട്ടോ. ആവട്ടെ പതുക്കെ. അതെ ലാസ്റ്റ് ഞാൻ ഇത് എന്തിട്ട് മണം വരുന്ന കുറെ നേരമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരക്കിട്ട് ഒരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അത് പോസ്റ്റ് ആക്കിട്ട് വരാന്ന് വിചാരിച്ചാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ നൊസ്റ്റു വീഡിയോ ഇട്ടേക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കണം എന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉണ്ടാക്കാണ്ടൊക്കെ അറിയാം. ഞാൻ ഉണ്ടാക്കുമായിരുന്നു. വീട്ടിൽ വീട്ടിലൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ വന്നിങ്ങനെ ഉണ്ടാക്കാണ്ടിരുന്ന ഇപ്പം ആ ഒരു ടച്ച് വിട്ടു. അതാണ് അതിന്റെ സത്യം. അളിയാൻ വന്നു തോന്നല്ലോ. ആരോ വന്നിട്ടുണ്ട്. വണ്ടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതെന്തിനുള്ളതാമേ? ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ജാനിക്കുട്ടി ഭക്ഷണം നമുക്കുണ്ട്. എന്നും പച്ചക്കറിയാണല്ലോ അമ്മ, എന്തെങ്കിലും മേടിക്കാമേ ഉത്സവം കഴിയുന്നവരല്ലേ ഉള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സീനില്ല. വൈകിട്ട് നമ്മള് അമ്പലത്തിൽ നിന്നാണല്ലോ കഴിക്കുന്നത്. ചോറ് ഇന്നലെ കാലത്ത് വെച്ചതായിരിക്കണം. എനിക്ക് പിന്നെ നോയമ്പെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഈ 2 ദിവസമായിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത് കേട്ടോ. അത് പോയല്ലേ, ലാസ്റ്റത്തെ പോയല്ലേ, കുഴപ്പമില്ല. പാർവതിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായില്ല. അതെ, പാർവതി എന്നിട്ട് പാർവതി പോയിണ്ടായില്ല ജാനികട്ടിക്ക്. എന്നെ അവർക്കത്തീന്ന് പാർവതി നിബിച്ചു എന്ന് പറഞ്ഞോണ്ട് നല്ലോണം ചോടക്കിരുന്നു കേട്ടോ ഒരാള്. കൊച്ച്. അപ്പൊ ഗായ്സ് വീഡിയോക്ക് വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് വൈൻഡപ്പ് കൊടുക്കുന്നത്. കാര്യം ഇന്നലെ സത്യം പറഞ്ഞ ബോധമൊന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഇങ്ങനെ കിറങ്ങി നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആകെ അവശതയായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ് നല്ല ഐശ്വര്യത്തോടു കൂടി നമ്മുടെ വീട്ടിൽ നമുക്ക് താലി കയറ്റാൻ പറ്റി. താലിയാണ് കേട്ടോ, താലി കയറ്റാൻ പറ്റി. നല്ല സന്തോഷമുണ്ടായിരുന്നു. എല്ലാം നല്ല ഐശ്വര്യമായിട്ട് തന്നെ നടന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആകെ എനിക്കൊരു വിഷമമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താലി കൊണ്ട് വന്ന ചേച്ചിമാരിൽ ഒരു ചേച്ചി പെട്ടെന്ന് അപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ ആൾ തിരിഞ്ഞ് നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളെല്ലാം വീഡിയോയിൽ പെടുത്തിയല്ലോ അല്ലേ എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ കേട്ടത് പെടുത്തല്ലേന്ന്. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ചെണ്ടമേളത്തിന് സൗണ്ട് കൊണ്ടൊന്നും എനിക്ക് ക്ലിയർ ആയില്ല. അപ്പം എനിക്ക് ആകെ വിഷമമായിട്ട് ഞാൻ പെട്ടെന്ന് ആളോട് സഡനായിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ ബ്ലറാക്കിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ പെട്ടെന്നൊന്നും മിണ്ടിയില്ല. ആൾ തിരിഞ്ഞു നിന്നു. അപ്പോൾ എന്നെ എടുത്തേക്ക് നീ അമ്മയെ ചേച്ചിയുടെ ആൾ അങ്ങനെയല്ല പറഞ്ഞതെന്നാണ് ഇവർ മിണ്ടിയില്ല ആ ടൈമിൽ. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ
ആ കുട്ടി പറഞ്ഞത് ഞങ്ങളും പെട്ടല്ലേ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ അല്ല, ഞങ്ങളെ പെടുത്തല്ലേ എന്നല്ലേ പറഞ്ഞത്. അപ്പം മോൻ അല്ല, അപ്പം ചേച്ചി മോൻ അല്ല, ഞങ്ങളും പെട്ടല്ലേ എന്നാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ കേട്ടത് ഞങ്ങളെ പെടുത്തല്ലേ എന്ന്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കാണെങ്കിൽ അവരെ അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്, അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഇവളുടെ ഒരു അഹങ്കാരം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ വിച്ചു വിളിച്ചപ്പോഴൊക്കെ പറയണം, ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, ഞാനപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. വിച്ചൊന്നും കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവരെ എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം, അപ്പോൾ ഇനി കാണുവാണെങ്കിൽ അമ്മ കാണിച്ചെന്നുള്ളൂ, ഞാൻ അവരോട് പറഞ്ഞോളാം ചേച്ചി, ഞാൻ അന്ന് എങ്ങനെ കേട്ടോ കേട്ടേന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് ഇതാക്കി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞാൽ കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകിട്ട് പിന്നെ അമ്മ അവരെ കണ്ടു. അപ്പോൾ ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോറി കേട്ടോ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ കേട്ടത് പെടുത്തല്ലെന്ന്, അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലർ ചെയ്തോളാന്ന് പറഞ്ഞത് കേട്ടോ. അത് ആകെ ഒരു വിഷമമായിപ്പോയി എനിക്ക്. ഇപ്പം സോറി, മിസ്റ്റേക്കുകളൊക്കെ ആർക്കായാലും പറ്റുമല്ലോ. എനിക്കല്ലെങ്കിലും അതുള്ളതാട്ടോ. എനിക്ക് ഇവിടുത്തെ ചില സംസാരം ഇപ്പം അമ്മയായാലും സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവത്തില്ല. ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ എന്തിട്ട് വർത്താനായി പറയുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ, അതായത് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ഇട്ട വീഡിയോ ഇല്ല, ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് അമ്മു ഐറ്റങ്ങളെന്നൊന്നും പറയരുത്, അത് നമ്മുടെ നാട്ടിലെ കൊള്ളില്ലാത്തൊരു ഇതാന്ന് ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഓരോ സ്ഥലത്തിൻ്റെയാണ് കേട്ടോ. അത് ഞാൻ മാക്സിമം മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പം ഇടുക്കി വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ശരി ഐറ്റങ്ങൾ അത്ര വലിയ ഇതൊന്നും അല്ല അങ്ങനെ പറയും. പക്ഷേ നേരെ മറിച്ച് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ ഐറ്റങ്ങൾ പാവങ്ങളാടാ, ആ ഒരു സെറ്റപ്പിൽ സംസാരിക്കുള്ളൂ. ഐറ്റങ്ങൾ കൂട്ടിയിട്ട് കൂടുതൽ സംസാരിക്കുള്ളൂ. ഇപ്പം എന്താ പറയുക, ഒരു കിളീനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കോക്കീനെ പറയാനല്ലോ, ഐറ്റങ്ങൾ അവിടെ കിടന്ന് കാറി കൂവുന്നുണ്ട്, വല്ല തീറ്റയും കൊണ്ടിട്ട് കൊടുക്ക്, അങ്ങനെ സംസാരിക്കുള്ളൂ കേട്ടോ. അത് ഇഷ്ടക്കേട് കൊണ്ടല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വീട്ടിലെ ഐറ്റങ്ങൾ പാവങ്ങളാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയാണ് കേട്ടോ. അതല്ലാണ്ട് അതിനെ ഒരിക്കലും ബാഡായിട്ട് എടുക്കില്ല. അത് ഇപ്പോൾ ഈ വീട്ടിലെ ഒരു സംസാര രീതി അങ്ങനെയാണ്. ഞാൻ ഇവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് എനിക്കത് കയറി വരുന്നതാണ് കേട്ടോ. ഞാൻ മാക്സിമം അത് കുറയ്ക്കാനായിട്ട് നോക്കാം. അപ്പം ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നല്ല ദിവസമായിരുന്നു, നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. ഇനിയിപ്പം ഇന്ന് ലാസ്റ്റ് ഉത്സവമാണ്, വൈകിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. വിച്ചുവിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. കാര്യം വിച്ചു ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ വീട്ടിൽ കയറുകയേ ചെയ്യാത്ത കാര്യം, കമ്മിറ്റി അംഗമാണ്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പം ഇവിടുന്ന് ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഓരോരോ ജീവിത സാഹചര്യങ്ങളാണ്, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോകണം. അതൊക്കെ അറിയാം കേട്ടോ. എന്നാലും ആൾക്ക് എല്ലാവരും എന്താ പറയുക ഉത്സവത്തിന് അടിച്ചു പൊളിക്കുകയാണെന്നൊക്കെ അറിയുമ്പോൾ ഒരു വിഷമമുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. സംസാരത്തിൽ അങ്ങനെ ഫീൽ ആയിരുന്നു. കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കനും അടിച്ച് പൊട്ടിക്കാം കേട്ടോ. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.